ചില വീഡിയോസിൻ്റെ താഴെ ഇമേജ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സബ്സ്ക്രൈബ് ബട്ടണും വരും. ഇതാണ് ബ്രാൻഡിംഗ് വാട്ടർമാർക്ക്. ഇതുപോലെ നിങ്ങളുടെ വീഡിയോസിലും ബ്രാൻഡിംഗ് വാട്ടർമാർക്ക് ആഡ് ചെയ്താൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ഐക്കണും കൊടുക്കാം. ഇതൊരു തവണ ചെയ്താൽ മതി, ബാക്കിയുള്ള എല്ലാ വീഡിയോസിലും ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഇത് മൊബൈലിൽ വർക്കായില്ല, പി സിയിൽ മാത്രമേ വർക്കാവൂ. ഇനി നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം canva.com ഓപ്പൺ ചെയ്യുക, പിന്നീട് ക്രിയേറ്റ് എ ഡിസൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കസ്റ്റം സൈസ് എന്ന് കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും 150 കൊടുക്കുക. ഇതാണ് ബ്രാൻഡിംഗ് വാട്ടർമാർക്കിൻ്റെ കറക്റ്റ് സൈസ്. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് റെഡ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അതിനായി ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഡിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് റെഡ് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് യൂട്യൂബിൻ്റെ ഐക്കൺ ആഡ് ചെയ്യണം. അതിനെ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് സെർച്ച് ബാറിൽ യൂട്യൂബ് ബട്ടൺ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ഐക്കൺ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിത് വേണ്ട സൈസിൽ കൊണ്ടുവെക്കാം. ഞാനിപ്പോൾ ഈ ഒരു ലെവലിൽ വെച്ചു, എന്നിട്ട് ആ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവെക്കുക. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായി ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് എ ഹെഡിങ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. പിന്നീട് സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ കളർ വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതും കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കാം. ഞാനിവിടെ കൊണ്ടുവച്ചു. ഇനി ഇതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കാം. ഇതും സെൻറ്ററിൽ കൊണ്ടുവെക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ആയിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നീട് ഫയൽ ടൈപ്പ് PNG സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇനി നമുക്കിതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. പിന്നീട് താഴത്തെ സ്ക്രോൾ ചെയ്യുമ്പോൾ കസ്റ്റമൈസേഷൻ എന്ന് കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മുകളിലായി 3 ഓപ്ഷൻ കാണാം, ലേഔട്ട്, ബ്രാൻഡിംഗ്, ബേസിക് ഇൻഫോ. ഇതിൽ ബ്രാൻഡിംഗ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് താഴത്തെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ വാട്ടർമാർക്ക് എന്ന് കാണാം. ഇതിൻ്റെ താഴെയായി അപ്ലോഡ് എന്നൊരു ബട്ടൺ കാണാം. ഈ അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട വാട്ടർമാർക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം താഴെ കാണുന്ന ഡൺ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ കാണാം, എൻഡ് ഓഫ് വീഡിയോ. ഇത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ വീഡിയോയുടെ അവസാനത്തിലായിരിക്കും വാട്ടർമാർക്ക് വരുന്നത്. പിന്നീട് കസ്റ്റം സ്റ്റാർട്ട് ടൈം, അതായത് നിങ്ങൾക്ക് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എൻറ്റയർ വീഡിയോ, ഇത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ വീഡിയോയുടെ ആദ്യം തൊട്ട് തന്നെ ഇതുണ്ടായിരുന്നതാണ്. ഇതാണ് നല്ലത്. അതിനുശേഷം മുകളിൽ കാണുന്ന പബ്ലിഷ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇത്രയും ചെയ്താൽ ബ്രാൻഡിംഗ് വാട്ടർമാർക്ക് ആഡ് ആവുന്നതാണ്. ഇതിനു മുമ്പ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് കറക്റ്റായി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി.